ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാബേജ് കൊണ്ട് നമുക്കൊരു വട തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കാബേജ് കുറച്ചിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പോളം കാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് 2 ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി 1 ടീസ്പൂണോളം ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. പിന്നെ അതിലേക്ക് മസാലപ്പൊടി ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി ചെറിയ ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു ചെറിയ കപ്പ് അരിപ്പൊടി ചേർത്തു, സബോള ഒരെണ്ണം ചേർത്തു. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി 1/4 കപ്പ് ചേർത്തു, റവ 1/2 കപ്പ് ചേർത്തു. വറുത്തത് ഒരു 2-3 ടീസ്പൂൺ ക്രിസ്പിക്ക് വേണ്ടി ചേർത്തു കേട്ടോ. ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്, മുരിച്ചിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അരിപ്പൊടി 2-3 ടീസ്പൂൺ ചേർത്ത് ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട്, എല്ലാം കൂടി കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എത്ര വേണ്ടി വരികയെന്ന് അറിയില്ല. കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കട്ടോ. കൈകൊണ്ട് ഇങ്ങനെ നന്നായി മിക്സാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ വടയ്ക്ക് ഇങ്ങനെ അധികം വെള്ളമാവും വേണ്ട, അന്നാവശ്യത്തിന് വെള്ളം വേണം തന്നെ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് അടിയിലത്തെ പൊടിയൊക്കെ നനച്ച് കാബേജൊക്കെ കൂടി കൂട്ടി തിരുമ്പി ഒന്നാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുക, നനവ് കൂടുതലാവണ്ട. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ നന്നായി കുഴച്ച് മിക്സ് ആക്കുമ്പോൾ വെള്ളം ഒരുവിധം പരിധി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചിട്ട് ഉണ്ടയാക്കി എടുത്തു, വെള്ളം പാകത്തിനായി കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ബാക്കി 1/4 കപ്പ് വെള്ളം ബാക്കിയായിട്ട് 1 കപ്പ് എടുത്തിട്ട്, അപ്പോൾ നമുക്ക് 3/4 കപ്പ് വെള്ളം വേണ്ടി വന്നു. അതിൽ നിന്നിട്ട് ഒരേ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യൊന്ന് നനച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ പരിപ്പ് വടയ്ക്ക് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുക ഉരുള. എന്നിട്ട് വട തയ്യാറാക്കുക ഓരോന്നായിട്ട് കണ്ടോ. അതുപോലെ കൈകൊണ്ട് അമർത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ. എന്നിട്ട് 4 വശം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് 4 പുറം വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോഴേ നല്ല ഫ്ലവറിൻ്റെ കോൺഫ്ലവർ നമ്മുടെ കാബേജിൻ്റെ മണം എല്ലാം കൂടി ആയിട്ട് നല്ല കാബേജിൻ്റെ വടയൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് മൊരിയുമ്പോൾ. കണ്ട പ്ലേറ്റിൽ ഇങ്ങനെ ഓരോന്നാക്കി ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഒരു ഉരുളെടുത്തു, ഇതുപോലെ തന്നെ കൈൻ്റെ അടിയിൽ വെച്ച് അമർത്തിയെടുക്കുക കേട്ടോ. ആ കാബേജ് ഉപ്പേരി ഒന്നും കഴിക്കാത്തവരായാലും ഇത് കഴിക്കും കേട്ടോ കുട്ടികളൊക്കെ. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മൊരിഞ്ഞ. അപ്പോൾ എല്ലാ പൊടികളും കൂടി ചേർന്നപ്പോഴേ ശരിക്കും കാബേജിൻ്റെ വടയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കണം. അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വട ഇതുപോലെ കയ്യിൻ്റെ ഇടയിൽ വെച്ച് അമർത്തിയെടുത്തു. 4 ഭാഗം ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ടല്ല, അതുകൊണ്ട് ഇതുപോലെ നമ്മൾ വട ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ 2 വടേനെ നമ്മൾ ശരിയാക്കിയിട്ട് കണ്ട ഇതേപോലെ എല്ലാതും അങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് എല്ലാ വടയും ഞാൻ അതുപോലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. കാണണ്ട നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒരുവിധം ചൂടായി തിളച്ച് വന്നു തുടങ്ങിയിട്ട്, അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒത്തിരി വലിപ്പത്തിലുള്ള വടയാക്കി ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ട്രിപ്പിന് 4 വട ഞാൻ അതിൽ വെച്ചത് കേട്ടോ. വലിയ വട 3-4 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ 4 വട വെച്ചപ്പോൾ അത് ആ പാൻ നിറഞ്ഞു. അപ്പോൾ അത് ഒന്ന് വേവട്ടെ കേട്ടോ. അടിഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിടാം നമുക്ക്. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കാബേജ് കൊണ്ട് ഒരു പരീക്ഷണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഇടാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ അടിഭാഗമായപ്പോൾ ഞാനൊന്ന് മറച്ചു കൊടുക്കുക കേട്ടോ. കണ്ട അടിഭാഗം മൊരിഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ ഒന്ന് മറച്ചു കൊടുത്തിട്ടോ. ഇനി ആ മറച്ച ഭാഗം കൂടി ഒന്ന് കുറച്ച് നേരം 2 മിനിറ്റ് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ അടിഭാഗം ഒരു വിധമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോ എടുത്തിട്ട് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. കണ്ട ഒരു വിധം ആയി തുടങ്ങിയിട്ടുണ്ട്. പരിപ്പ് തട്ടിലേക്ക് ഓരോന്ന് അങ്ങനെ എടുത്ത് വെച്ചിട്ട് എണ്ണയിൽ നിന്ന് 4 എടുത്ത് മാറ്റാം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാബേജ് ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
സാധാരണ നമ്മൾ പരിപ്പാടി ഉണ്ടാക്കണില്ലേ അതിലേക്ക് എല്ലാ ഉള്ള കൂട്ടുകളും എല്ലാം അതിലേക്ക് ചേർത്തിട്ട് അപ്പോൾ പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇത്തിരി കുറച്ച് ചേർക്കൊന്ന് ക്രിസ്പിക്ക് വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ ചേർക്കാമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ട നോക്കി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. കണ്ട പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല മാതിരി വെന്ത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം ക്രിസ്പി ആയിട്ട് ഉൾ ഭാഗം സോഫ്റ്റായിട്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താട്ടോ. ദയവ് എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.